എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിജോ ജോസ്. ഞാനൊരു ജ്ഞാനകാരനാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചയായി എല്ലാവർക്കും വേദനാജനകമായ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. അതായത് ഷൈനിയുടെയും രണ്ട് മക്കളുടെയും പ്രശ്നം ആണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പറയുന്നതാണ്. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഷൈനിയുടെ ഹസ്ബൻഡിൻ്റെ സഹോദരനും സ്വന്തം വീട്ടുകാർക്കും പിന്നെ സഭയ്ക്കും ഇതിനകത്ത് ഒരുപോലെ പങ്കാണ്. ഷൈനിയുടെ ഫാദറിൻ്റെ സംസാരത്തിൽ നിന്ന് പുള്ളി രണ്ടാൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു. ഒന്ന്, കരിങ്കുന്നത്ത് ഷൈനിയുടെ മകനെ കൊണ്ട് ഒരു കേസുണ്ടായിരുന്നു, എന്തോ അടിച്ചെന്നൊക്കെ പറഞ്ഞ പേരിൽ. അതുകൊണ്ടോ എന്ന് വെച്ചപ്പോൾ പുള്ളിക്ക് അറിയത്തില്ലെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, മെഡിക്കൽ പരമായിട്ട് ഷൈനിക്ക് ഗ്യാപ്പ് പോകുന്നതിൻ്റെ പേരിലാണ് ജോലി കൊടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞ് പുള്ളി കാലിത്താസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് പുള്ളി ആടിയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അത് പറയുന്നതെന്നാണ്. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ആ പെണ്ണിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്. ഒറ്റപ്പെടുന്ന ആരും ഇല്ലാതെ വരുന്നതിൻ്റെ ഒരവസ്ഥ അതൊരു വല്ലാത്ത വേദനയാണ്. അത് സ്വന്തമായിട്ട് അനുഭവിച്ചവർക്കേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആരും ഇല്ലാതെ വരുന്ന ഒരു ഒറ്റപ്പെടുന്ന ഒരവസ്ഥ. അവൾക്ക് 2 ആങ്ങളമാരുണ്ട്. അത്യാവശ്യം അമേരിക്കയിലും അയർലൻഡിലേക്കുള്ളവർ. അവർക്ക് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാമായിരുന്നു. ഒരു സഹോദരിയുണ്ട്, ഹെൽപ്പ് ചെയ്യാമായിരുന്നു. അപ്പം ഞാനോർത്ത് ആദ്യം അപ്പനൊക്കെ എന്തോ മേലായിട്ട് കിടക്കുമായിരിക്കുന്നു, അതുകൊണ്ടായിരിക്കും ആരും പ്രതികരിക്കുന്നത് കണ്ടില്ല, അതുകൊണ്ടായിരിക്കും ശവാൾക്ക് പോലും ചെങ്കുത്തവണ നടത്തിയെന്ന്. അത്രയ്ക്ക് ആരോഗ്യമുള്ള അപ്പനും ഒക്കെ ഉണ്ടായിട്ട് ഇവർക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റില്ലായിരുന്നോ? അറ്റ്ലീസ്റ്റ് അതേലും ചെയ്യാൻ പറ്റുമായിരുന്നു ഷൈനിക്ക് വേണ്ടി ഇവർക്ക്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ആ ഒരു ശവടക്കിൻ്റെ ചിലവ് പോലും ഇവർ ഷൈനിക്ക് വേണ്ടി വഹിക്കാൻ തയ്യാറല്ലായിരുന്നു എന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? അവർക്ക് സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ശവാടക്ക് ചുങ്കത്ത് നടത്തേണ്ട കാര്യമില്ലായിരുന്നല്ലോ. 2 ആങ്ങളന്മാരും ഇവിടെയൊക്കെ വായ്പടായിരുന്നു. പിന്നെ ഈ കാനേസഭ എന്തോ കാണിക്കുന്നത്? നിങ്ങൾ ഈ കുറേ പോസ്റ്റ് ഇട്ട് ന്യായീകരിക്കാൻ നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? കാര്യങ്ങൾ വഷളാകുള്ളൂ. ബോധമുള്ളവർക്ക് മനസ്സിലാവും. എല്ലാവരും വെളുപ്പാൽ പിടിക്കാൻ വളർന്നു. നിങ്ങൾ ആദ്യം പറഞ്ഞ NABHന്റെ റൂൾ പ്രകാരം, NABHന് അങ്ങനെ ഒരു റൂൾ എവിടെ ഇരിക്കുന്നത്? NABHന് അങ്ങനെ ഒരു റൂളും ഇല്ല. അത് ചീറ്റിപ്പോൾ മനസ്സിലായപ്പം അടുത്ത വോയിസ് ക്ലിപ്പുമായിട്ട് വന്നു, ഒരു അച്ഛനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അതെല്ലാം ഷൈനിയുടെ വീട്ടുകാരുടെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. പിന്നെ അടുത്ത കുറേ പോസ്റ്റുകൾ ഇടുന്നു. നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്. നിങ്ങൾ ആ അച്ഛനൊരു ഇമെയിൽ അയച്ച് നിങ്ങൾ അച്ഛനെ ഇവിടെ വരുത്തി നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. അങ്ങനെയാണ് നിങ്ങൾ തെറ്റ് കിട്ടാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാം എന്ത് പോസ്റ്റ് ഇട്ടിട്ട് ആൾക്കാരെ പറ്റിക്കാൻ നോക്കിയിട്ട് ആൾക്കാർക്കെല്ലാം ബോധം വന്നു. നിങ്ങളിവിടെ ഇപ്പോൾ നമ്പറുകളൊന്നും പണ്ട് നടക്കുക, ഇപ്പം നടക്കില്ല കേട്ടോ. കോട്ടയം രൂപതയോട് തന്നെ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കുറേ പോസ്റ്റ് ഇട്ട് ആൾക്കാരെ പറ്റിക്കാൻ നോക്കുന്നു. നിങ്ങളുടെ ഈ കാനസഭയിൽ നിങ്ങൾ എത്ര കാനക്കാർ ഈ കാലത്ത് ജോലി ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കൂടി വന്നാൽ 10-20 പേര് കാണും. നിങ്ങൾ എന്താ ഉള്ളത്? കാനക്കാർക്ക് എന്തെങ്കിലും കൺസെഷൻ നിങ്ങൾ തരുന്നുണ്ടോ? ഇതെല്ലാം ഞങ്ങളുടെ പൈസയാണ്, അല്ല ഒരു അച്ഛൻ്റെ വീട്ടിൽ നിന്നുണ്ടോന്നല്ല. എന്നിട്ടും ഞങ്ങൾ കഴുത്തെ കത്തി വെച്ച് മേടിക്കുന്ന പരിപാടി അത് അവസാനിപ്പിക്കുക. ഇനി നടക്കില്ല. ആ അച്ഛനെ ഇവിടെ വിളിച്ചു വരുത്തി നിയമപരമായ നടപടികൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. നിങ്ങളുടെ ഈ തെറ്റുണ്ട്, ആദ്യം അത് അംഗീകരിക്കാൻ പഠിക്കണം. തെറ്റ് ആരുടെ ഭാഗത്താണെങ്കിലും അത് അംഗീകരിക്കാൻ പഠിക്കണം ആദ്യം, അല്ലാതെ ന്യായീകരിക്കുകയല്ല വേണ്ടത്. ഞാനൊരു കാനാക്കാണ്, എനിക്ക് ചോര അല്ല തിളയ്ക്കുന്ന ചോര. എല്ലാവർക്കും ഇങ്ങനെ പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ ആരെയും പൊട്ടന്മാരാക്കാൻ നോക്കുന്നു? ഈ കഴിഞ്ഞ 3-4 മാസം മുമ്പ് ഒരച്ഛൻ കാറ്റസിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറാണെന്ന് പറയുന്നു. പുള്ളി നല്ല വെള്ളം അടിച്ചിട്ട് ഒരു പോസ്റ്റിൻ്റെ പോയി വണ്ടി ഇടിച്ച് ആ ഒരു പ്രശ്നം, വണ്ടിക്കകത്ത് കുപ്പി വരെ ഉണ്ടായിരുന്നു. ആ കേസ് എന്തുവരെയായി? അതിന് നിങ്ങൾ എത്ര കാശ് ചിലവാക്കി? ഇതെല്ലാം ഞങ്ങളുടെ പൈസയാണ്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കഷ്ടപ്പാടിൻ്റെ പൈസയാണ്, അല്ലെ ഒരച്ഛൻ്റെയും ഒരു മൂലക്കാരൻ്റെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം പറ്റിയല്ല കൊണ്ട് പറഞ്ഞു. പിന്നെ എനിക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇനിയുള്ള തലമുറയിലും ഇനിയുള്ള പെൺകുട്ടികളിലും മനസ്സിലാക്കണം, സ്വന്തമായിട്ടൊരു ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കാവൂ. ഇപ്പോൾ ആ പെണ്ണിനൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ആ പെണ്ണിനെ ആരും ആശ്രയിക്കേണ്ടി വരത്തില്ലായിരുന്നു. എനിക്ക് 2 പെങ്ങന്മാരുണ്ട്. ഒരു പെങ്ങളുടെ ജീവിതം കുഴപ്പമില്ല, ഒരു പെങ്ങൾക്ക് ഏതാണ്ട് ഈ അവസ്ഥയൊക്കെ തന്നെയാണ്. പിന്നെ ആകെ ഒരു ഗുണം പറഞ്ഞാൽ പുള്ളിക്കാരി ഇറ്റലിയിൽ പുള്ളിക്കാരി ജോലി ഉള്ളതുകൊണ്ട് പുള്ളിക്കാരി കുഴപ്പമില്ല. എന്ത് പ്രശ്നം വന്നാലും
പുള്ളിക്കാരി പിടിച്ച് നിൽക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ വീട്ടുകാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റും. അതുകൊണ്ട് കെട്ടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായി ഈ കാലിൽ നിൽക്കാൻ പറ്റിയിട്ട് കെട്ടുക. വീട്ടുകാർക്ക് ഒരു പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് കൊല്ലം വീട്ടുകാർക്ക് എന്തെങ്കിലും സഹായം ചെയ്തതിന് ശേഷം കിട്ടുക, അതൊക്കെ നല്ലത്. കാരണം ഏതൊരു അപ്പനമ്മയും കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും, നിന്നെ ഞങ്ങൾ പഠിപ്പിച്ചു, നീ ഈ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളവിടെ തല പിടിക്കാൻ പാടില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ കെട്ടിക്കഴിഞ്ഞാൽ അവർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എല്ലാ കെട്ടുകാരും അതിന് സമ്മതിക്കണമെന്ന് തോന്നുന്നില്ല. അതെല്ലാവരുടെയും അത് മനസ്സിലാക്കുക. അതൊക്കെയാണ് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കുക. ഇനി ഷൈനി നമ്മുടെ കാനായി രൂപതയിൽ ഇങ്ങനെയൊരു അബദ്ധം കാണിക്കാൻ ഇടപെടരുത്. എനിക്കിത്രയും പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ വർക്കും പറ്റില്ല. ഉണ്ടാകും. ഓക്കെ, താങ്ക്സ്.